ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ തൻ്റെ വിശാലമായ സാമ്രാജ്യത്തിലും അപാരമായ സമ്പത്തിലും അത്യധികം അഹങ്കരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. താനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യക്തിയെന്നും തൻ്റെ അധികാരത്തിന് മുകളിൽ മറ്റൊന്നുമില്ലെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഒരിക്കൽ അദ്ദേഹം ഒരു സൂഫി വര്യനെ സന്ദർശിക്കാനിടയായി. തൻ്റെ പ്രതാപം ജ്ഞാനിയെ ബോധ്യപ്പെടുത്താൻ രാജാവ് ചോദിച്ചു, അല്ലയോ ജ്ഞാനി, അങ്ങയുടെ കണ്ണിൽ എൻ്റെ ഈ വലിയ സാമ്രാജ്യത്തിൻ്റെ മൂല്യം എത്രത്തോളമുണ്ട്? ജ്ഞാനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ സാമ്രാജ്യത്തിൻ്റെ വില എത്രയെന്നറിയാൻ ഞാൻ ലളിതമായ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ? രാജാവ് സമ്മതിച്ചു. ഗുരു ചോദിച്ചു, പ്രഭോ, അങ്ങ് കൊടും ചൂടുള്ള ഒരു മരുഭൂമിയിൽ ദാഹിച്ച് മരിക്കാറായ അവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് കരുതുക. ചുറ്റും ഒരിറ്റു വെള്ളം പോലുമില്ല. ആ ഒരു നിമിഷം ഒരാൾ ഒരു ഗ്ലാസ് വെള്ളവുമായി അങ്ങയുടെ മുന്നിലെത്തിയാൽ സ്വന്തം ജീവൻ നിലനിർത്താൻ ആ വെള്ളത്തിന് പകരമായി അങ്ങ് എന്ത് നൽകും? രാജാവ് ഒട്ടും ആലോചിക്കാതെ മറുപടി നൽകി, എൻ്റെ ജീവൻ രക്ഷിക്കാൻ ആ വെള്ളം എത്രത്തോളം അനിവാര്യമാണെങ്കിൽ തീർച്ചയായും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പകരമായി ഞാൻ നൽകാൻ തയ്യാറാകും. ഞാനീ തുടർന്നു, ശരി, അങ്ങ് ആ വെള്ളം കുടിച്ചു എന്ന് കരുതുക. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ആ വെള്ളം ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ കഴിയാതെ അങ്ങ് വലിയ വേദന അനുഭവിക്കുന്നു. ജീവൻ തന്നെ അപകടത്തിലാകുന്ന ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വൈദ്യൻ വന്ന് സഹായിക്കുകയാണെങ്കിൽ അങ്ങ് അദ്ദേഹത്തിന് എന്ത് നൽകും? എൻ്റെ ജീവൻ പോകുന്ന തരത്തിലുള്ള കഠിനമായ വേദനയാണെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കാൻ എൻ്റെ രാജ്യത്തിൻ്റെ ബാക്കി പകുതി കൂടി ഞാൻ നൽകുമെന്ന് രാജാവ് മറുപടി നൽകി. ഇത് കേട്ട ഗുരു ശാന്തനായി ഇപ്രകാരം പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ വലിയ സാമ്രാജ്യത്തിൻ്റെ ആകെ മൂല്യം വെറും ഒരു ഗ്ലാസ് വെള്ളവും അത് കുടിച്ച ശരീരത്തിൽ നിന്ന് പുറന്തള്ളുമ്പോൾ ലഭിക്കുന്ന ഒരു നിമിഷത്തെ ആശ്വാസവും മാത്രമാണ്. താൻ വലിയ കാര്യമായി കരുതിയിരുന്ന അധികാരവും സമ്പത്തും പ്രകൃതിയുടെ ചെറിയൊരു ആവശ്യത്തിന് മുന്നിൽ എത്രത്തോളം നിസ്സാരമാണെന്ന് രാജാവ് ആ നിമിഷം തിരിച്ചറിഞ്ഞു. ഭൗതികമായ സമ്പത്തോ അധികാരമോ അല്ല ഒരാളുടെ യഥാർത്ഥ മൂല്യം നിശ്ചയിക്കുന്നത്. വിശപ്പും ദാഹവും പോലുള്ള പ്രകൃതി നിയമങ്ങൾക്ക് മുന്നിൽ ഏതൊരു രാജാവും വെറും സാധാരണ മനുഷ്യൻ മാത്രമാണ്. നാം വലിയ കാര്യമായി കാണുന്ന പലതും ജീവൻ നിലനിർത്താൻ ആവശ്യമായ ചെറിയ കാര്യങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല. അധികാരത്തിൻ്റെ ഉന്നതിയിലിരിക്കുമ്പോഴും നാം കേവലം മനുഷ്യരാണെന്ന ബോധം നമ്മെ ഉത്തമരായ വ്യക്തികളാക്കുന്നു. ഓരോ തുള്ളി വെള്ളവും നാം ശ്വസിക്കുന്ന വായുവും പോലും നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരാൾ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് വിശുദ്ധ മർക്കോസ് 8:36 ചോദിക്കുന്നു. നേടുന്ന സമ്പത്തിലും ലഭിക്കുന്ന അധികാരത്തിലും അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ചെറിയ രോഗം വന്നാലോ ഒരു ഗ്ലാസ് വെള്ളത്തിനായി യാചിക്കേണ്ടി വന്നാലോ ഈ കാണുന്ന സമ്പാദ്യമെല്ലാം നിസ്സാരമായി മാറും. അതിനാൽ അഹങ്കാരം വെടിഞ്ഞ് വിനയത്തോടെ ജീവിക്കാൻ നമുക്ക് പഠിക്കാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജീവനെ പരിരക്ഷ ചെയ്യാനാഗ്രഹിച്ചിടുകിൽ അതു നിത്യമായി നഷ്ടമായിടുമെന്നു കരുതിടുവിൻ. ജീവനെ പരിരക്ഷ ചെയ്യാനാഗ്രഹിച്ചിടുകിൽ അതു നിത്യമായി നഷ്ടമായിടുമെന്നു കരുതിടുവിൻ. എനിക്കായി തൻ ജീവനൊരുവൻ നഷ്ടമാക്കുകിലോ അതു നിത്യമായി നേടുമെന്നും വിശ്വസിച്ചിടാം. മാനുഷാ നീ ലോകമഖിലം നേടിയെന്നാലും നിന്നാത്മനാശം വന്നു പോയാലെന്തു നേടും? ആത്മാവിനു പകരമായിട്ടെന്തു നൽകും നീ? ഈ ലോകസമ്പത്തൊന്നു ചേർന്നാൽ തികയുമോ?